പല ആളുകളും മറ്റു പല തിരക്കിലാകുന്ന ഈ ഒരു നേരത്ത് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സാധ്യമാകുന്ന ഒരു വഴിയെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ തസ്കിയത്ത് സംഗമത്തിലൂടെ. എന്തുകൊണ്ടും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ് ഇത്. കാരണം വേറൊന്നും കൊണ്ടുവന്നല്ല, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളറിയാതെ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയും യാതൊരുവിധ പോരായ്മകളുമില്ലാത്ത മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ രംഗം എന്തുകൊണ്ടും വിശ്വാസികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു രംഗം തന്നെയാണ്. മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു സവിശേഷതയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിലൂടെ നൽകുന്നത്. ആലോചിക്കണം, പുതിയ കാലം എന്നുള്ളത് നമ്മുടെ അരികിൽ വല്ലാതെ പേടികൾ നിറയുന്ന ഒരു സമയമായി മാറിയിട്ടുണ്ട്. പലപ്പോഴും പലതും ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ആ രൂപത്തിലാണ്. പാതിരാത്രിയിൽ കയറി വരുന്ന മകന് വാതിൽ തുറന്നു കൊടുക്കാൻ പേടിക്കുന്ന ഉമ്മയും ഉപ്പയുമുണ്ട്. ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹവും സമുദായവും പോയിക്കൊണ്ടിരിക്കുന്നത്. പലതിനെയും പേടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രംഗമായി മാറി. പണ്ടുകാലത്ത് സജീവമായി നിന്നിരുന്ന പലതും ഇന്ന് മനുഷ്യ മനസ്സുകൾക്കിടയിൽ വല്ലാതെ ഒരു പേടിയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് പുതിയ കാലത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വിശ്വാസികൾ പലപ്പോഴും ആകുലപ്പെടുന്നത് ദുനിയാവിലുള്ള പല വിഷയങ്ങളെയും സംബന്ധിച്ചാണ്. ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മൾ ആലോചിക്കുന്നതും പലപ്പോഴും നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളെക്കുറിച്ചുള്ള വിഷയമായിരിക്കാം. കുറ്റപ്പെടുത്തലല്ല. ഒന്നുകൂടി മനസ്സിരുത്തി ആലോചിക്കേണ്ടത്, ഓരോ നോമ്പിന് ശേഷവും എനിക്ക് എന്നിലർപ്പിതമാകുന്ന ഒരു സംസ്കരണത്തെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ഇത്രയും ദിവസത്തെ എൻ്റെ നോമ്പ് കൊണ്ട് എനിക്കെന്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? സാമൂഹികമായ അവസ്ഥകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഖുർആൻ പാരായണം കൊണ്ട് എന്ത് വ്യത്യാസമാണ് എൻ്റെ ജീവിതത്തിൽ വരുത്താൻ സാധിച്ചിട്ടുള്ളത്? നോമ്പും തറാവീഹും മറ്റിതര കർമ്മങ്ങളുമെല്ലാം ഒരു യാന്ത്രികതയായി മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പുതിയ കാലത്തെ പറ്റി പറയുമ്പോൾ സമൂഹം എത്രമേൽ ഭീതിതമാകുന്നുണ്ടോ അത്രമേൽ മനുഷ്യരുടെ നന്മകൾ, വിശ്വാസികളുടെ നന്മകൾ സജീവമാക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നന്മകൾക്ക് ഇന്ന് പലപ്പോഴും വല്ലാതെ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. മക്കളുടെ വിഷയത്തിലാണ് എല്ലാവർക്കും ഇപ്പോൾ പൊതുവെ ഒരു പേടി. പ്രത്യേകിച്ച് ഷഹബാസ് എന്ന് പറയുന്ന ഒരു മോൻ്റെ കൊലപാതകത്തിന് ശേഷം മക്കൾക്ക് എങ്ങനെയാണ് ദീന് പറഞ്ഞു കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരെ വളർത്തേണ്ടത് എന്നുമുള്ള ഒരുപാട് ചർച്ചകൾ മാതാപിതാക്കൾക്കിടയിൽ അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ പോലും ഇന്ന് കടന്നു വരുന്നുണ്ട്. കാരണം പേടിയാണ്. എന്തിനേക്കെയാണ് ഇന്ന് പേടി? പല ബന്ധങ്ങളെയും ആളുകൾക്ക് പേടിയാണ്. പുതിയ കാലത്തുള്ള ആളുകൾക്കിടയിൽ മാതാപിതാക്കളും മക്കളും എന്നുള്ളത് വല്ലാത്ത ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് മാതാവും പിതാവും മകനും മകളും അടങ്ങുന്ന ഒരു കുടുംബത്തെ ഏറ്റവും ഭംഗിയായി ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉമ്മയെ കൊല്ലാൻ നിൽക്കുന്ന മക്കളാ, ഉമ്മയെ പേടിപ്പെടുത്താനും ഉപ്പയെ കണ്ണുരുട്ടി കാണിക്കാനും വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന ഒരു സമുദായത്തിലും ഒരു സമൂഹത്തിലുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും എങ്ങനെയാണ്? പാലക്കാട് നടന്ന ഒരു സംഭവമില്ലേ? ഒരു അധ്യാപകന്റെ നേർക്ക് കയർത്ത് സംസാരിക്കുന്ന ഒരു മകൻ, അവൻ്റെ പ്രായം എത്രയാണെന്നും തൊട്ട് മുമ്പിലിരിക്കുന്ന അധ്യാപകന്റെ പ്രായം എത്രയാണെന്ന് പോലും പരിഗണിക്കാതെ അവൻ്റെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ഒരു രംഗമായി ഇന്ന് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്
കണ്ണ് കാണാത്തുള്ള ഒരു അധ്യാപകൻ ഒരു വിദ്യാലയത്തിലേക്ക് പഠിപ്പിക്കാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അവിടെ കണ്ണ് കാണുന്ന മതമൂല്യങ്ങളെക്കുറിച്ച് അറിയുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി ആ അധ്യാപകനെ പിറകിൽ നിന്നും കളിയാക്കുന്ന ഒരു രംഗം വാർത്താ മാധ്യമങ്ങളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാ. മറ്റൊന്ന് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധങ്ങൾക്കിടയിലും ആളുകൾക്ക് പേടിയാവുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. 19-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ശേഷം പിന്നീട് അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് അവളെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കുടുംബ സംവിധാനം നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അവൾക്ക് നിറം പോരാ, അവൾക്ക് അവളുടെ സൗന്ദര്യത്തിന് കുറവുണ്ട് എന്ന് പറയുന്ന ഒരു സമീപനം ഇന്ന് പല ആളുകളുടെയും മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. 4-മത്തതാണ് കൂട്ടുകാർക്കിടയിലുള്ള ബന്ധങ്ങൾ വരെ വല്ലാതെ മുറിപ്പെടുത്തുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. ആർക്കും ആരെയും വിശ്വാസമില്ലാന്ന്, ആർക്കും ആരോടും എങ്ങനെ സംസാരിക്കണമെന്നുള്ള വല്ലാത്ത ഒരു പേടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മക്കളെ പുറത്തേക്ക് വിടുമ്പോൾ പോലും നമുക്കൊരു പേടിയുണ്ട്. മക്കൾ പുറത്തുപോയി വരുമ്പോൾ വരെ പേടിയാ. കാരണം ഇവൻ്റെ രൂപവും കോലവും എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൻ്റെ ഒരു അവസാനത്തെ പറ്റി സൂചിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ സമയവ്യവസ്ഥയിൽ വളരെ ചുരുക്കം സംഭവിക്കും. സമയം വളരെ പെട്ടെന്ന് പോകും. ഇന്നിപ്പോൾ റമദാൻ പകുതിയായിട്ടുണ്ട്. റമദാൻ തുടങ്ങിയെന്നും അവസാനിക്കാറായി എന്നുമുള്ള ഒരു ധ്വനി നമ്മളിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. എന്തു പറ്റി? റമദാൻ വളരെ പെട്ടെന്നാണല്ലോ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കാലം വളരെ വേഗത്തിൽ സഞ്ചരിക്കും. സമയം തീരെ കുറവാണ് എന്ന് തോന്നും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യതഖാറബു സമാൻ, കാലം വളരെ വേഗത്തിൽ സഞ്ചരിക്കും. വയൻഖുസുൽ അമൽ, ആളുകൾ സൽക്കർമ്മം ചെയ്യുന്നത് വളരെ കുറവായി വരും. വയുലഖസ്സുഹ, അവർക്ക് പിശുക്ക് ബാധിക്കും. വതുൽഹറുൽ ഫിത്ന, അവർക്കിടയിൽ കുഴപ്പങ്ങൾ അധികരിക്കും. വയുക്സിറുൽ ഹർജ, കൊലപാതകങ്ങൾ അധികരിക്കും. ഇതൊരു അവസാന കാലഘട്ടത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ ഒരു ചിത്രം നോക്ക് നിങ്ങൾ. ആർക്കും യാതൊരു നിലക്കുമുള്ള ലജ്ജ എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി മാറിയിട്ടുണ്ട്. എന്താണ് ലജ്ജ എന്ന് ചോദിച്ചാൽ ഒരു വസ്ത്രം ധരിക്കുന്നത് മാത്രമല്ലട്ടോ പ്രിയപ്പെട്ടവരെ. ലജ്ജ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? നമ്മുടെ നാണം മറക്കുന്നതിന് വേണ്ടിയാ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നീ ചെയ്യുന്നതെല്ലാം നിന്റെ റബ്ബ് കാണുന്നുണ്ടോ. പാതിരാവിൻ്റെ മറവിൽ എത്രയെല്ലാം കനമുള്ള പുതപ്പിനടിയിലേക്ക് കയറി ചേർന്നുകൊണ്ട് നിനക്കിഷ്ടമുള്ള ആളുകളോട്, നിനക്ക് താല്പര്യമുള്ള ആളുകളോട് നീ ഏതർത്ഥത്തിലും സംസാരിക്കുകയാണെങ്കിലും ചാറ്റ് ചെയ്യുകയാണെങ്കിലും നിന്റെ റബ്ബ് അത് കാണുന്നുണ്ടോ. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഏതെങ്കിലും നിലക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ റബ്ബ് അത് കാണുന്നുണ്ടോ. ആളുകൾക്കിടയിൽ നിന്ന് ലജ്ജ എന്നുള്ളത് ഇല്ലാതായി തീർന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ പുതിയ ഏറ്റവും വലിയ ഒരു പ്രയാസം അത് തന്നെയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്യമുണ്ട്, ഇന്ന മിനൽ ഹയാഇ വഖാറുൻ. എടോ, നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിനക്ക് വന്നാൽ അത് നിനക്കൊരു ഗാംഭീര്യമാ, അത് നിനക്കൊരു ധൈര്യമാ. മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ആർജവമാണ് നൽകുന്നത്. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ അല്ലട്ടോ നമ്മൾ പരിഗണിക്കേണ്ടത്. വസ്തിഗ്നാഉ അനിന്നാസ്, ജനങ്ങളെ തൊട്ട് നിങ്ങൾ ഏറ്റവും വലിയ ഐശ്വര്യവാന്മാരായിട്ട് മാറണം. അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതാപികളായിട്ട് ജീവിക്കണം, ഏറ്റവും വലിയ അന്തസ്സുള്ളവരായിട്ട് ജീവിക്കണം. അതിനെന്ത് വേണം? ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നതിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ഒരു നോമ്പിലൂടെയും ഒരു നമസ്കാരത്തിലൂടെയും ഒരു സക്കാത്തിലൂടെയും ഒരു ഹജ്ജിലൂടെയും ഒരു സ്വതഖയിലൂടെയും ഇതര കർമ്മങ്ങളിലൂടെയും നമ്മുടെ മുമ്പിൽ ഈ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? അവർക്ക് മുമ്പിൽ ഇസ്ലാമിൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഒരു മുസ്ലിം സംസ്കാരത്തെ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. രാത്രിയാകുമ്പോൾ തറാവീഹ് എന്ന പേരിൽ നമ്മുടെ മക്കൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പാതിരാവും കഴിഞ്ഞ് അതിനേക്കാൾ ഒരു സമയം കഴിഞ്ഞിട്ടാ മക്കൾ വീട്ടിലേക്ക് വരുന്നത്. ആ മകൻ എവിടെ പോയി എന്നുള്ളത് ആ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ അറിയില്ല. പള്ളിയിലേക്കെന്നുള്ള പേരും പറഞ്ഞ് അവൻ പോയതാ, വരുന്നത് ഈ നേരത്താ. അതറിയാൻ എന്താ മാർഗമെന്നറിയോ? അവൻ പോണ പള്ളിയുടെ 1-ാമത്തെ സഫിൽ അവൻ്റെ ഉപ്പ ഉണ്ടാവണം. വേണ്ടേ? അവൻ പോകുന്ന പള്ളിൻ്റെ 1-ാമത്തെ സഫിൽ
അവൻ്റെ ഉപ്പുണ്ട് എങ്കിൽ ആ മക്കളുടെ മൂല്യച്യുതികളെ പറ്റി ആ ഉപ്പയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആ കുടുംബത്തിൽ ഏറ്റവും മതപരമായ ശിക്ഷണങ്ങളിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. ഒരു ലജ്ജ നഷ്ടപ്പെട്ടു പോയ ഒരു സമുദായത്തെ അല്ല ഇസ്ലാം സ്വാഗതം ചെയ്യുന്നത്. അതിനപ്പുറം ഏറ്റവും നല്ല മൂല്യമുള്ളവരെ ഉണ്ടാക്കണം. ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മളിങ്ങനെ വിലപിക്കുമ്പോൾ, സംസ്കാരവും സംസ്കരണവും ഇല്ലാതായി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഇല്ലാതായി എന്നുകൂടി നമ്മളൊന്നറിയണം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പങ്കുവച്ചു, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് ലോബികൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന വ്യക്തിയുടെ അടക്കമുള്ള സുഹൃത്തുക്കൾ ഒരു കാലത്ത് വരുന്ന തലമുറക്ക് നൽകിയ ദിശാബോധത്തെക്കുറിച്ച് അവർ മറന്നുപോയി എന്നുള്ളതാ. അവരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ച ആളുകൾ തന്നെയാ ഇന്ന് ഈ വർത്തമാനം പറയുന്നത്. അവരൊരു വേള ഏറ്റവും നല്ല സന്മാർഗം പുലുകിയ സമയത്ത് അവർ പറയുന്നത് ഈ മക്കളെല്ലാം ദുഷിച്ച മക്കളായി മാറി. അതിനുള്ള സംവിധാനവും അതിനുള്ള സാഹചര്യവും ആരുണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യം കൂടി ഗൗരവത്തിലൊന്ന് ആലോചിക്കണം. പുതിയ കാലത്ത് മക്കളോട് സംസാരിക്കുമ്പോഴും പുതിയ തലമുറയോട് സംസാരിക്കുമ്പോഴും ഏറ്റവും സംസ്കാര സമ്പന്നമായ സംസാരമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ അരികിൽ നിന്ന് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യം എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനങ്ങൾ പറയണം. മക്കൾ പുറത്തുപോയി ഏതെങ്കിലും അധമത്വം പേറുന്ന സംസാരത്തിന് ഇടവരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പരിധിവരെയുള്ള കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരും. അസാൻമാർഗികമായിട്ടുള്ള സംസാരം ഉണ്ടാകും, അരാജകത്വം നിറയുന്ന സംസാരം ഉണ്ടാകും. എല്ലാ നിലക്കും അവരെ മോശക്കാരാക്കുന്ന ഒരു സംസാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ തലമുറയെ ഏറ്റവും മോശമായി തന്നെയാണ് ബാധിക്കുക എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സമുദായത്തെ വാർത്തെടുക്കണം. അതിന് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് തന്നെ ഏറ്റവും ഭംഗിയായി ഈ സമൂഹത്തിന് മുമ്പിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു നോമ്പ് കഴിയുന്നതിലൂടെ രക്ഷപ്പെടേണ്ടത് നമ്മൾ മാത്രമല്ല. നോമ്പിലാണ് പലപ്പോഴും പല ആളുകളും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഇസ്ലാമിൻ്റെ ഏതൊരു കർമ്മം എടുത്തു നോക്കിയാലും അതിൻ്റെ മുന്നിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂല്യം എന്നുള്ളത് അത് മാനവികതയാണ്, അല്ലേ? ഏറ്റവും സംസ്കാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു സമുദായത്തെ വാർത്തെടുത്തത്? അവർക്കിടയിൽ ഉണ്ടായിരുന്ന അധമത്വം പേറിയ ജീവിതം എത്ര കാലത്തോളം അവർ കൊണ്ടു നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഈ ഭൂമിയിൽ ഒരു പിൻഗാമിയെ നിശ്ചയിക്കുകയാണ്, ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. നമ്മുടെയാണ് ഉത്തരവാദിത്വം. നമ്മളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദിശ പകർന്നു കൊടുക്കേണ്ട ആളുകൾ. നോമ്പ് കഴിഞ്ഞ് നോമ്പ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അശരണരായിട്ടുള്ള ഒരാളെ കാണുന്നുണ്ട് എങ്കിൽ, പ്രയാസം നീറുന്ന സങ്കടം പുലുകുന്ന ഒരാളെ കാണുന്നുണ്ട് എങ്കിൽ, അവൻ്റെ സങ്കടത്തിന് താങ്ങാവാനും തണലാകാനും അത്താണിയാകാനും തുണയാകാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ നോമ്പ് കൊണ്ട് നമ്മൾ എന്ത് നേടി എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭിക്ഷയാചിക്കുന്ന ഒരുവനെ കണ്ടാൽ തിരിഞ്ഞു കളയുന്നതിന് പകരം അവന് ഒരു സാന്ത്വനത്തിന്റെ സ്പർശമാകാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ നമസ്കാരം കൊണ്ട് നമ്മൾ എന്ത് നേടിയിട്ടുണ്ട്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. നമ്മൾ പിൻഗാമികളാണോ? ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ഈ സമൂഹത്തിന് ഏറ്റവും നല്ല ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഒരു സമുദായത്തെ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഞാൻ ഏറ്റവും നല്ല ഉപ്പയാണോ? ഞാൻ ഏറ്റവും നല്ലൊരു ഉമ്മയാണോ? ഈ സമൂഹത്തിനും എൻ്റെ മക്കൾക്കും ഞാൻ നൽകുന്ന ഏറ്റവും വലിയ ദിശാബോധം എന്താ? എൻ്റെ മകനും എൻ്റെ മകളും എന്നെ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അവന് സമൂഹത്തിന് ഏറ്റവും നല്ല മാതൃകകളായി മാറുന്ന മക്കളാകുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ നെഞ്ചിൽ കൈവച്ച് നമ്മളൊന്ന് ആലോചിക്കണം. എൻ്റെ മകനെയും എൻ്റെ മകളെയും ഞാൻ വളർത്തുമ്പോൾ അവനെ ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടാനുള്ളതാ. ഒരു മകളെ ഞാൻ വളർത്തുന്നുണ്ടെങ്കിൽ അവൾ നാളെ ഒരു കുടുംബത്തിൽ പോയി ജീവിക്കാനുള്ളവളാ. അവൾക്ക് വേണ്ട ദിശാബോധം ഞാൻ നൽകണം. ഒരു പ്രശ്നം വന്നാൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഇങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ പരിഹരിച്ചതെന്ന് എൻ്റെ മകൾ നാളെ അവളുടെ കുടുംബത്തിൽ ചെന്ന് കയറുന്ന കുടുംബത്തിൽ ചെന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കുടുംബ സംവിധാനം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയണം. നമ്മൾ ഖലീഫമാരാണ്. ഞാൻ ആ പദം ആവർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ആ പദം ഒന്ന് കയറണം. ഒന്നുകൂടി ആവർത്തിച്ച് പറയാ, മുസ്ലിമുകളായ ഖലീഫമാരാണ് നമ്മൾ. മുസ്ലിമുകളായ ഖലീഫമാരാണ്. ആ മുസ്ലിം എന്നുള്ള പദത്തിന് വലിയ ഒരു കനമുണ്ട് കേട്ടോ. വിശുദ്ധ ഖുർആനിൽ
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്നിടത്തെല്ലാം അദ്ദേഹം കറകളഞ്ഞ മുസ്ലിമായിരുന്നു എന്നാ പറഞ്ഞ്. ഈ ഒരു സംഗതിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നവരാ. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ നമസ്കാരത്തിനായി നമ്മൾ കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാർത്ഥന ആരംഭിക്കും. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാന ഭാഗം എന്താ? വഅന അവ്വലുൽ മുസ്ലിമീൻ വഅന മിനൽ മുസ്ലിമീൻ. പ്രഖ്യാപിക്കുകയാണ് നമ്മൾ, ഞാൻ മുസ്ലിമ, കറകളഞ്ഞ മുസ്ലിമ. ഈ സമൂഹത്തിന് ഞാൻ നൽകുന്നതെല്ലാം ഒരു മുസ്ലിമിന്റെ സംസ്കാരമായിരിക്കും, ഒരു മുസ്ലിമിന്റെ ഇടപെടലുകളായിരിക്കും, ഒരു മുസ്ലിമിന്റെ ഇടപാടുകളായിരിക്കും. പുതിയ കാലത്തുള്ള മക്കൾക്കിടയിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ആ വാക്യത്തിന്റെ ദിശാബോധം പകർന്നു കൊടുക്കാനല്ലേ നമുക്ക് കഴിയേണ്ടത്? നമ്മളൊരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. പൊതുസമൂഹത്തിനിടയിൽ നമ്മളല്ല ഏറ്റവും വലിയ മാതൃകകൾ കാണിക്കേണ്ടത്. അവർക്കിടയിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളല്ലേ. നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, നമ്മുടെ സംസാരം അതെങ്ങനെയായിരിക്കണം? പുതിയ കാലത്ത് ട്രെൻഡുകൾക്ക് പിന്നാലെയാണ് ഇസ്ലാമിന്റെ വക്താക്കളായ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ബാഗി പാൻറ് ധരിക്കുന്ന ഒരു ആൺകുട്ടിയെ നമ്മൾ ഒരിക്കലും ഇസ്ലാമികമായിട്ട് വിമർശിക്കൂല. അവന്റെ പാൻറ് നെരിയാണിക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും. എന്തേ? അത് ഇസ്ലാമിന്റെ കൽപ്പനയാ. ഒരു മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും പെണ്ണ് മറക്കണമെന്ന് പറയുന്നത് അതൊരു ഏതെങ്കിലും സംഘടനയുടെ വാക്കല്ല, അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് കൂട്ടരെ. ആ സംസ്കാരത്തെയാണ് ഈ സമൂഹത്തിന് നമുക്ക് നൽകാൻ സാധിക്കേണ്ടത്. നമ്മൾ മരിക്കുമ്പോഴും മുസ്ലിം ആയിരിക്കണം. അഭിമാന ബോധത്തോടു കൂടി നമുക്ക് ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ കഴിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ, അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും ആ മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് അധികാരത്തെ നൽകിയിട്ടുണ്ട്, ഒരു രാജാധികാരം പോലെ എനിക്ക് അധികാരത്തെ നീ നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവും അല്ലാഹുവേ നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, അല്ലാഹുവേ നിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഈ ലോകത്തിന്റെ ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് നീ. നമ്മളും പ്രഖ്യാപിക്കുന്നവരാണ് കൂട്ടരെ. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ 94 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇന്റെ റബ്ബ് വലിയവനാ. ആ റബ്ബിനോടുള്ള എത്രമാത്രം റബ്ബിനോടുള്ള ഒരു മമതയെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അല്ലാഹ് വലിയവനാണെന്ന് പറഞ്ഞിട്ടേ അള്ളാഹിനേക്കാൾ വലിയവർ നമ്മളാവുന്നുണ്ടോ എന്നുള്ള സംശയം. എങ്ങനെയാ? വാക്കുകൊണ്ടാ, നോട്ടം കൊണ്ടാ, പ്രവർത്തനങ്ങൾ കൊണ്ടാ. ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു പറയും, അതെ എനിക്ക് വേണ്ടി ഒന്ന് വിളിച്ചു പറയണം. ആ വിളിച്ചു പറയണ നേരത്ത് നമ്മൾ പറയണ എന്താണെന്നറിയോ? ഞാനാ വിളിക്കണത്, ഞാനാ സംസാരിക്കണത്. ആ ഞാനാ എന്ന് പറയുന്ന വാക്കിലുണ്ടല്ലോ അഹങ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു ധ്വനി മുഴങ്ങുന്നുണ്ട് എങ്കിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്കിനെ പറ്റി രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. ഫാത്തിറസ് സമാവാതി വൽ അർദ്, എടോ നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. സാധാരണയായിട്ടുള്ളൊരു മനുഷ്യൻ മാത്രമാ നീ. നിന്റെ റബ്ബ് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ ഇത്രയും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒരാളെ കൊണ്ടും കഴിയില്ലല്ലോ. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് ആ റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അൻത വലിയ, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷാധികാരി. തൊട്ട് മുമ്പ് ഇസ്മായിൽ കരിയാണ് ഇവിടെ സൂചിപ്പിച്ചില്ലേ, എല്ലാ നിലക്കും നമുക്ക് രക്ഷയും സമാധാനവും നൽകുന്നത് ആരാ കൂട്ടരെ? അല്ലാഹുവാണ്. പുതിയ കാലത്തുള്ള മക്കൾക്ക് സാമൂഹികമായ പ്രതിബദ്ധതയും സാമൂഹികമായ ബോധവും ഉണ്ടാകണമെങ്കിൽ പടച്ചോൻ ആരാന്നറിയണം. എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ അല്ലാഹു ഇടപെട്ടേക്കുന്നതൊക്കെ എങ്ങനെയാ? ശാരീരികമായിട്ടുള്ള ഒരു കാര്യം പറ്റി മാത്രം ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ശാരീരികമായ സൗകര്യങ്ങളെ പറ്റി മാത്രം ഒന്ന് ഓർത്താൽ മതി. ഒരു ഡയാലിസിസ് സെന്ററിലേക്ക് കയറി ചെന്ന് അവിടെ ഇരിപ്പുണ്ടാവും വലിയ ഒരു മെഷീൻ, എൻ്റെ അരയോളം വലുപ്പമുണ്ടാവും ആ മെഷീന്. ആ മെഷീനിലെ ഒരു ദിവസം എത്രയോ ആളുകളാണെന്നറിയോ ക്യൂ നിൽക്കുന്നത്? എത്രയോ ആളുകളാണെന്നറിയോ അവരുടെ രക്തമൊന്ന് ശുദ്ധിയാക്കി കിട്ടുന്നതിന് വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നത്? ഒരു പണിയില്ലാതെ ഒരു ചെലവുമില്ലാതെ 200 ലിറ്റർ രക്തമാണ് കേട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും ശുദ്ധിയാക്കി കൊണ്ടിരിക്കുന്നത്. അല്ലാഹു വലി, പടച്ചോന എൻ്റെ രക്ഷിതാവേ,
എൻ്റെ ഏറ്റവും വലിയ ഇണക്കമുള്ളവൻ, എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ, എന്നോട് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി നിൽക്കുന്നത് എൻ്റെ റബ്ബ. ഞാൻ ചെയ്ത എല്ലാ രഹസ്യങ്ങളും അറിയുന്നത് എൻ്റെ റബ്ബിന് മാത്ര. എൻ്റെ കൂടെ കിടക്കുന്ന ഭാര്യക്കറിയില്ല, എന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച എൻ്റെ ഉമ്മക്കറിയില്ല, എന്നെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന എൻ്റെ ഉപ്പക്കറിയില്ല. എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റി എന്നും ബെസ്റ്റ് ഫ്രണ്ട് എന്നും പുതിയ കാലം വിവരിക്കുന്ന ആളുകൾക്ക് പോലും എൻ്റെ രഹസ്യങ്ങൾ അറിയില്ല. എൻ്റെ റബ്ബിന് മാത്രമായിട്ട് അറിയുള്ളൂ. ആ റബ്ബിനെ പറ്റിയുള്ള ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് ഇല്ലാതായി പോകുന്നത്. നാണവും ലജ്ജയും നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാ? പടച്ചോനെ പറ്റിയുള്ള ബോധവും ഓർമ്മയും ഇല്ലാതായി പോകുന്നിടത്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അൻത വലിയ്യി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷകൻ, നിന്നിലല്ലാതെ എനിക്കൊരു അഭയവുമില്ല, നിന്നിലല്ലാതെ എനിക്കൊരു സഹായവുമില്ല, നിന്നിൽ നിന്നല്ലാതെ എനിക്കൊരു രക്ഷയും ലഭിക്കില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു സമാധാനവും എനിക്ക് ലഭിക്കുകയില്ല. ഞാൻ ഈ ലോകത്ത് എന്തൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിലും ആരൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിലും എന്നേക്കാൾ എത്രയോ മുകളിലാണെന്നറിയൂ നീയുള്ളത്. നിന്റെ സമാധാനമാണ് എനിക്ക് ആവശ്യം, നിന്നിൽ നിന്നുള്ള രക്ഷയാണ് എനിക്ക് ആവശ്യം. ഈ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, പുതിയ സമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ദിശാബോധം അതായിരിക്കണം. പടച്ചോൻ എന്നുള്ള ബോധ്യം ഉണ്ടാവണം. വേണ്ടേ? എൻ്റെ നാട്ടില് കളമശ്ശേരി മെഡിക്കൽ കോളേജില് കഴിഞ്ഞ 3 വർഷമായിട്ട് അവിടെയുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നോമ്പ് തുറക്കാനുള്ള വിഭവം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 12 വയസ്സുള്ള ഒരു മോനെയും കൊണ്ട് ഒരു ഉപ്പ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ മോന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവന് സൈക്യാട്രി വാർഡിലാണ് താമസിക്കുന്നത്. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞ പ്രശ്നം അവിടെ നിന്ന് ഓരോ പൊതികൾ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഉമ്മമാര് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ഞങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയും ബലം എന്താണെന്നും ബോധ്യമാകുന്ന ഒരു ഗുണമാണ്. പുതിയ കാലത്ത് MSMലേക്ക് ഒരു മകനെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറയണ എന്താണെന്നറിയോ? അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് പങ്കുവച്ചൊരു അനുഭവമുണ്ട്. ഞങ്ങൾ ഒരു കുഞ്ഞിനെ MSMലേക്ക് ക്ഷണിച്ചപ്പോൾ അന്ന് അവൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞ എന്താണെന്നറിയോ? അവന് കുറെ പഠിക്കാനുണ്ട്, അവൻ തിരക്കാണ്, അവനെ നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന. എന്നാൽ നാളുകൾക്കിപ്പുറം ആ ഉമ്മയും ഉപ്പയും ഈ സഹോദരന്റെ അരികിൽ വന്നു, എൻ്റെ മോനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് കൊണ്ടുപോകോ? അവനിപ്പോ എന്താ പണിയെന്നറിയോ? അവനിപ്പോ കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഞങ്ങളെ കൊല്ലാൻ തന്നെ ഞങ്ങളുടെ മകൻ ഒരു കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ആരാണ് പടച്ചവനെന്നറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഏറ്റവും വലിയ ദുർഗതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പടച്ചവൻ ആരാ? എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ എൻ്റെ റബ്ബ് ഇടപെട്ടിട്ടുള്ളത്, ആ റബ്ബ് സുബ്ഹാനഹു തആല മറച്ചു വെക്കാൻ എനിക്കൊന്നുകൊണ്ടും കഴിയില്ലല്ലോ. അദ്ദേഹം പറയുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അൻത വലിയ്യ ഫിദ് ദുനിയ വൽ ആഖിറ. പടച്ചോനെ, നാളെ പരലോകത്ത് ഞാൻ വരും കേട്ടോ. ആ പരലോകത്ത് ഞാൻ വരുമ്പോൾ എൻ്റെ രക്ഷയും സമാധാനവും നീയല്ലാതെ വേറെ ഒരാളും ഇല്ല, നിന്നെ കൊണ്ടല്ലാതെ വേറെ ഒരാൾക്കും കഴിയില്ല. പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം. എൻ്റെ വലത് കരങ്ങളിൽ എനിക്ക് ഗ്രന്ഥം വാങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബേ എനിക്കുൾപ്പെടണം. ആ ഗ്രന്ഥം നൽകുമ്പോൾ ഹാ ഉഖ്റഉ കിതാബി, ഇന്ന് എൻ്റെ കിതാബ് നിങ്ങൾക്ക് ധൈര്യസമേതം വായിക്കാമെന്ന് തൻ്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സമുദായത്തെയും സമൂഹത്തെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നുണ്ട്, വതവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, എനിക്ക് സദ്വൃത്തരായ ആളുകളുടെ കൂട്ടത്തിൽ കൂടണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്തെ നമുക്ക് സംസ്കാരം പഠിപ്പിക്കണമെങ്കിൽ, ആത്മസംസ്കരണമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള, ദീനി നിഷ്ഠയുള്ള ഒരു മകനെയും ഒരു മകളെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ, ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ദീൻ എന്താണെന്ന് പഠിക്കണം, ദീനിൻ്റെ പ്രത്യയ ശാസ്ത്രങ്ങൾ എന്താണെന്ന് പഠിക്കണം, ആ ദീൻ ഉപയോഗിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കണം. ദീനിൻ്റെ മതപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ഒരു ഉപ്പയായി, നല്ല ഒരു ഉമ്മയായി, നല്ലൊരു മകളായി, നല്ലൊരു മകനായി നമുക്ക് മാറാൻ കഴിയണം. എന്നാൽ മാത്രമേ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു സമൂഹമായിട്ട്, ഒരാളായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യല്ലേ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് വയത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. ദീന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ?
ഈ ഖുർആനിനൊന്ന് വായിക്കണം. ഖുർആനിനെ വായിക്കണം. എങ്ങനെ വായിക്കണം? ഹഖ്ഖ തിലാവതിഹി, വായിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ ഖുർആനിനെ വായിക്കണം. നമ്മൾ യാന്ത്രികമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഖുർആൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓതി തീർത്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ. ഒരു റമദാനിൽ ഒരു ഖത്തം തീർക്കുക എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയായി യാന്ത്രികമായി ചെയ്യുന്ന ആളുകളാ. പുണ്യമാക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്ങനെയാ ഞാൻ ഖുർആൻ വായിക്കേണ്ടത്? അത് കേവലം എൻ്റെ നാവ് കൊണ്ടുള്ള ഒരു പാരായണമല്ല. ഖുർആനിനെ ഞാൻ വായിക്കേണ്ടത് എൻ്റെ ഖൽബ് കൊണ്ടാ. ഒരു പ്രാർത്ഥന ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഖൽബ് കൊണ്ടാ. എൻ്റെ മുന്നിൽ വരുന്ന ഒരാളോട് ഞാൻ സലാം പറയുന്നുണ്ടെങ്കിൽ ആ സലാമിനെ ഞാൻ പറയേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടി എൻ്റെ നെഞ്ചിൽ തട്ടി ഞാൻ പ്രാർത്ഥിക്കണം. അതാണ് സലാം, അതാണ് പ്രാർത്ഥന. ഖുർആനിനെ നമുക്ക് ആ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ഓതാൻ സാധിക്കേണ്ടത്. ഓടാനല്ല ഖുർആൻ കൊണ്ട് കഴിയേണ്ടത്. നമ്മൾ ആലോചിക്കുക, എനിക്ക് നാളെ എൻ്റെ പരലോകം എന്നുള്ളതും എൻ്റെ ഖബർ എന്നുള്ളതും ഏറ്റവും ഭംഗിയാക്കണ്ടേ? എൻ്റെ വീടിനെ ഞാൻ ഇവിടെ എത്രമേൽ ഭംഗിയാക്കാൻ എത്രയോ പാടുകൾ പെട്ടിട്ടുണ്ടെന്നറിയോ? ഒരു കുടുംബം ഞാൻ പണിതുണ്ടാക്കാൻ എത്ര കാലം ഞാൻ ഒരു പ്രവാസിയായി മാറിയിട്ടുണ്ടെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെയും ഒരു പ്രവാസിയാ. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നിങ്ങളുള്ളത്. ഈ വഴിയാത്രക്കാരൻ്റെ പാതയങ്ങൾ നിങ്ങൾ ഒരുക്കിയിട്ട് ഒരു ഖബർ എന്ന് പറയുന്ന വലിയ ഒരു ഭവനത്തെ, ഇടുങ്ങിയതാണെങ്കിലും ഞെരുക്കമുള്ളതാണെങ്കിലും വെളിച്ചങ്ങളെത്തില്ല എങ്കിലും കർമ്മങ്ങൾ കൊണ്ട് അവിടെ വെളിച്ചമാകാനും ആ ഇടുക്കത്തെ എളുപ്പമാക്കാനും ആ ഞെരുക്കത്തെ, പ്രയാസത്തെ, ബുദ്ധിമുട്ടുകളെയെല്ലാം ഏറ്റവും സന്തോഷദായകമായ ഒരവസ്ഥയാക്കി മാറ്റാനും നമുക്ക് കഴിയണം. ദുനിയാവിൽ വീട് പണിയുമ്പോൾ ഖബർ കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയണമെന്നുള്ള ഒരു ഓർമ്മയാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ സമൂഹത്തെയും സമുദായത്തെയും വാർത്തെടുക്കേണ്ട നമ്മൾ ഏറ്റവും വലിയ മാതൃകകളായി മാറണം. നമ്മുടെ മാതൃകയാരാ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ റസൂലിന്റെ ജീവിതത്തിലേക്ക് നോക്ക്. റസൂലിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് എണ്ണി നോക്ക്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ നിങ്ങളൊന്നേ അള്ളാന്റെ റസൂലിന് കിട്ടിയ അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്ക്. അള്ളാന്റെ റസൂലിന് കിട്ടിയ അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്ക. വിരലിലെണ്ണാവുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ ആ സാധുവായിട്ടുള്ള മനുഷ്യന് അല്ലേ? ഒരു കുടുംബം സന്തോഷദായകമാകുന്ന ഒരു കുടുംബം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തിന്റെ കാലത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. കുടുംബത്തിൽ നിന്നിന്റെ ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആൺമക്കളെ കൊണ്ട് അല്ലാഹു സന്തോഷപ്പെടുത്തിയോ? ഇല്ല. തലമുറകൾ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദുനിയവിയായിട്ടുള്ള സൗകര്യങ്ങളെ ഒന്ന് നിങ്ങൾ എടുത്തോ. കിടക്കാൻ നല്ല ഒരു വീടോ, കിടക്കാൻ നല്ല ഒരു കട്ടിലോ, താമസിക്കാൻ ഒരു വീടോ, 4 നേരവും 3 നേരവും സുഭിക്ഷമായി കഴിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന സഹാബാക്കള് കത്താതിരുന്ന ആ വിളക്കിനെ പറ്റി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയണില്ലേ, നിങ്ങൾക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചൂടെ, ഇത് കത്തൂലേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണെന്നറിയോ? അതിലൊഴിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് കുടിച്ചേനെ. 3 ദിവസമായിടോ ഭക്ഷണം കഴിച്ചിട്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ബ്രെഡ്, ഒരു റൊട്ടി കൊണ്ടുവന്ന് കൊടുക്കുന്ന രംഗമുണ്ട് ചരിത്രത്തില്. റൊട്ടി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിങ്ങനെ 4 ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. ആ ഭാഗിക്കുന്നതിൽ 1 മാറ്റിവെക്ക, 1 എൻ്റെ ഉപ്പാക്ക. കാരണം എൻ്റെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ടേ ദിവസങ്ങൾ കുറയായി. ആരാ ഉപ്പ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃകയുണ്ടോ ആ പ്രവാചകന്റെ ജീവിതത്തിൽ? ഓർക്കണം ആ പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന്. റമദാനിന്റെ 17ലേക്ക് അടുക്കുമ്പോഴേക്കും ഈ റമദാൻ 17 നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമില്ലേ? വിശന്നൊട്ടിയ വയറുമായിട്ട് നമുക്ക് വേണ്ടി പോരടിച്ച ഒരുപറ്റം സഹാബാക്കള്. നമ്മളെങ്ങനെയാ മുസ്ലിമായത്? നമ്മുടെ ഉമ്മയൊപ്പം മുസ്ലിമായി, ഞാനും മുസ്ലിമായി ആണോ? അല്ല. നമുക്ക് വേണ്ടി ഓടിയ കുറെ ആളുകളുണ്ട്, നമുക്ക് വേണ്ടി വെട്ടേറ്റ കുറെ ആളുകളുണ്ട്, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച കുറെ ബദരീങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. നമുക്കത് അയവിറക്കാൻ കഴിയണം. ആ സമൂഹം നമുക്ക് നൽകിയ ഏറ്റവും നല്ല മാതൃക എന്താണെന്നും ഈ സമുദായത്തിന് മുമ്പിൽ നിരത്തി വെക്കാൻ കഴിയണം. നമ്മൾ മുസ്ലിമായത് കുറെ ആളുകളുടെ രക്തങ്ങൾ ഈ ലോകത്ത് വീണത് കൊണ്ടാ. കുറെ ആളുകളുടെ രക്തങ്ങൾ കൊണ്ട്, അവരുടെ ജീവിതങ്ങൾ കൊണ്ട്, അവരുടെ കഥകൾ എഴുതിയത് കൊണ്ടാ നമ്മൾ ഇന്ന് മുസ്ലിം എന്ന് പറയുന്ന ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൽ നിലയുറച്ചു നിൽക്കുന്നത്.
പ്രിയപ്പെട്ടവരെ ആലോചിക്കണം കേട്ടോ. മുസ്ലിമായി ജീവിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ മുസ്ലിമിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന അൻസാറുകളും മുഹാജിറുകളും രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയുടെ സ്രോതസ്സായി നിന്നുകൊണ്ട് രണ്ട് തരത്തിലുള്ള സംസാരങ്ങൾ പ്രവാചകനോട് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ അതിർവരമ്പുകളില്ല. അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, സീറു വഅബ്സിറു, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ യാത്ര ചെയ്യുക, ബദറിന്റെ രണഭൂമിയിലേക്ക് നിങ്ങൾ പോവുക. ഇന്ന് ബദരീങ്ങളോട് നടക്കുന്നത് ഈ സമൂഹത്തിന് ഏറ്റവും നാശം വിതയ്ക്കുന്ന വിപത്തുകളാകുന്ന പല തേട്ടങ്ങളും പല സഹായങ്ങളുമാണെന്ന് നമുക്കതിൻ്റെ പ്രാർത്ഥനകളും അതിൻ്റെ വാക്കുകളും പഠിച്ചാൽ മനസ്സിലാകും. മുസ്ലിമാണോ നമ്മൾ? മുസ്ലിമാണോ നമ്മൾ? ഇസ്സത്തോടുകൂടി നിലനിൽക്കണം, അഭിമാനബോധത്തോടുകൂടി ഏറ്റവും നല്ല സംസ്കരണം സിദ്ധിച്ച ആളുകളായിട്ട് നമ്മൾ മാറണം. ഒരു ജാഹിലിയത്ത് എന്ന് പറയുന്നതിനെ പറ്റി പറയുമ്പോൾ ജാഹിലിയത്ത് എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ പേരല്ല കേട്ടോ, അതൊരു സംസ്കാരത്തിന്റെ പേരാ. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇപ്പോഴും അധാർമികതകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, അനാശാസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അധാർമികവും അസാൻമാർഗികവുമായ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പറയേണ്ടി വരും, നമ്മളിൽ ഇപ്പോഴും ജാഹിലിയത്ത് അവശേഷിക്കുന്നുണ്ട്. കാരണം പ്രവാചകന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞിട്ടോ, പ്രവാചകരെ എന്നെ ഇയാൾ കളിയാക്കി. അയാളോട് കളിയാക്കിയതിനെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നിൽ ഇപ്പോഴും ജാഹിലിയത്ത് അവശേഷിക്കുന്നുണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഹിലിയങ്ങളല്ല, നമ്മളിൽ ജാഹിലിയത്തില്ല. നമ്മളിൽ ഏറ്റവും നല്ല സംസ്കാരം സിദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ, ഏറ്റവും നല്ല പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ കൈവെള്ളയിലുള്ളത്. അത് വിശുദ്ധ ഖുർആന. അല്ലദീന യത്ലൂനൽ കിതാബ്, കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ, വയുസക്കീഹിം, സംസ്കരിക്കപ്പെടുന്ന ആളുകൾ. എല്ലാ നിലക്കും ആത്മസംസ്കരണങ്ങൾ സിദ്ധിക്കാൻ ഇതിൽ പരം നമുക്ക് എന്ത് വേണം? ഒരു ദീനിനെ നൽകി, ദീനിന്റെ മതപരമായ മൂല്യങ്ങളുള്ള ചിട്ടകളും സംസ്കാരങ്ങളും നൽകി, സംസ്കരണങ്ങളും നൽകി. ഈ സംസ്കരണം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ കൈവെള്ളയിലുണ്ട് എങ്കിൽ ഇതിൽ പരം എന്ത് വേണം? ആലോചിക്കണം. പുതിയ കാലത്തുള്ള മക്കളോട് നമ്മൾ ഇടപെടണം. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവും അവർക്ക് വേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ നൽകാനുള്ള കഴിവും നമ്മൾ ഈ ദീന് കൊണ്ട് ആർജിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മുടെ മകൻ മുമ്പിലുണ്ടാകണം. നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിന് ഇമാമ നിൽക്കാൻ അവനുണ്ടാകണം. നമ്മളെ ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ നമ്മുടെ മകനുണ്ടാകണം. ഇത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം. നാളെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും എൻ്റെ വീടിനും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു രംഗം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. നാളെ ചില ആളുകൾ നമ്മുടെ ശത്രുവായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ചില ആളുകൾ ചിലർക്ക് നാളെ ശത്രുക്കളായിരിക്കും. ഒരു വിഭാഗം ആളുകൾ ഒഴികെ, ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്കൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും പരസ്പരം ശത്രുക്കൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകരുത്. നമ്മുടെ ഉമ്മ നമ്മുടെ ശത്രുവാകരുത്, നമ്മുടെ ഭർത്താവ് നമ്മുടെ ശത്രുവാകരുത്, നമ്മുടെ ഉപ്പ നമ്മുടെ ശത്രുവാകരുത്, നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവാകരുത്. സ്വർഗം കൊണ്ട് ഇവരോട് കൂടെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകാനുള്ള രംഗം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. ആ ആളുകളോട്, മുത്തഖീങ്ങളായ ആളുകളോട് ഖുർആൻ പറയുന്നുണ്ട്, യാ ഇബാദ്, അല്ലയോ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട. കാരണം എന്താണെന്നറിയോ? അല്ലദീന ആമനൂ ബി ആയാതിന വകാനൂ മുസ്ലിമീൻ. അല്ലദീന ആമനൂ ബി ആയാതിന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിച്ച ആളുകളാണ്. വകാനൂ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നു. നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, പേടിക്കണ്ട. അടുത്തൊരായത്തും കൂടി പറയട്ടെ. അത്തരക്കാരായ ആളുകളോട് നാളെ അള്ളാഹു പറയുന്ന ഒരു വാക്യമുണ്ട്, ഉദ്ഖുലുൽ ജന്നത അൻതും, ഉദ്ഖുലുൽ ജന്നത അൻതും, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാം, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. വഅസ്വാജുക്കും, നിങ്ങൾക്കും നിങ്ങളുടെ ഇണകൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാം.
നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കാം. തുഹ്ബറൂൻ, ആവേശത്തോടു കൂടി സ്വർഗത്ത് പ്രവേശിക്കാം. ഒരു യാത്ര പോകാൻ ഒരുങ്ങിയ കുടുംബത്തിൻ്റെ കൂടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാവൂലേ? നിങ്ങളൊന്ന് സ്വപ്നം കാണുന്നേ, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മകനും എൻ്റെ മകളും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഒരുമിച്ച് റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു രംഗം സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഒരുങ്ങണം. ഖബറ് ഏറ്റവും നല്ല വെളിച്ചം നൽകുന്ന കേന്ദ്രമായിട്ട് മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്ലിമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.